ടോസ് അക്കാദമിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സെറ്റ് പരീക്ഷയ്ക്ക് ഇനി കഷ്ടിച്ച ഒരു മാസം കൂടിയാണ് നമ്മുടെ കയ്യിലുള്ളത്. അപ്പം അതുകൊണ്ട് തന്നെ വളരെ നല്ല രീതിയിലുള്ളൊരു പ്രിപ്പറേഷൻ ആവശ്യമാണ് ഈ ഒരു എക്സാം ക്ലിയർ ചെയ്യാനായിട്ട്. ആ, അപ്പം ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് സെറ്റ് ഇക്കണോമിക്സ് ആസ്പിറൻസിനുള്ളതാണ്. എക്സാമിന് വരാവുന്ന കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സ്, അത് റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസുമാണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അതിനു മുൻപ് ടോസ് അക്കാദമിയെക്കുറിച്ച് രണ്ട് വാക്ക്. ഓൺലൈനായിട്ട് സെറ്റ്, നെറ്റ്, കേടെറ്റ്, HSST, LP, UP, VHSC തുടങ്ങിയ ഒട്ടനവധി കോമ്പറ്റേറ്റീവ് എക്സാമിന് ഓൺലൈനായിട്ട് കോച്ചിങ് കൊടുക്കുന്ന ഒരു സ്ഥാപനമാണ് ടോസ് അക്കാദമി. അപ്പം ഈ ഒരു കഴിഞ്ഞ 4 വർഷമായിട്ട് ഒരുപാട് ഉദ്യോഗാർത്ഥികളാണ് അവരുടെ ഡ്രീം അച്ചീവ് ചെയ്തിരിക്കുന്നത്. അപ്പം നിങ്ങൾക്കോ നിങ്ങളുടെ ഫ്രണ്ട്സിനോ ആർക്കെങ്കിലും ഈ ഒരു എക്സാംസ് ഏതെങ്കിലും ഒരു എക്സാം ക്ലിയർ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ കോച്ചിങ്ങിന് നിർബന്ധമായും ടോസ് അക്കാദമിയിൽ ചേരേണ്ടതാണ്. താഴെ തന്നിരിക്കുന്ന നമ്പറിൽ ഒരു മെസ്സേജ് അയക്കുകയോ അല്ലെങ്കിൽ ഒരു കോൾ ചെയ്യുകയോ ചെയ്തുകൊണ്ട് ഫർദർ പ്രൊസീജിയേഴ്സ് നടത്തുക. ഓക്കെ, അപ്പം നമ്മളുടെ ഈ ഒരു വീഡിയോയിലോട്ട് കടക്കുകയാണ്. അപ്പം ഇക്കണോമിക്സ് എന്ന് പറഞ്ഞാൽ 6 മൊഡ്യൂളുകളാണ്, 6 യൂണിറ്റുകളാണ് നമ്മൾക്കുള്ളത് അല്ലേ? മൈക്രോ, മാക്രോ, ക്യൂട്ടി, ട്രേഡ്, പബ്ലിക് ഫിനാൻസ്, അതുപോലെ തന്നെ ഇക്കണോമിക് ഡെവലപ്മെൻറ്റ്, പിന്നെ അതുപോലെ തന്നെ നമ്മളുടെ ഇന്ത്യൻ ആൻഡ് കേരള ഇക്കോണമി, എൻവിറോൺമെൻറ്റൽ ഇക്കണോമിക്സ്, അങ്ങനെ തുടങ്ങി ഒരുപാട് യൂണിറ്റുകൾ നമ്മൾക്കുണ്ട്. അപ്പം ഈ കഴിഞ്ഞ തവണകളിലൊക്കെ നമ്മൾ എക്സാമിൻ്റെ പാറ്റേൺ നോക്കുകയാണെങ്കിൽ മൈക്രോ, മാക്രോ, ക്വാണ്ടിറ്റേറ്റീവ് മെത്തേഡ്സ് നിന്നും ഒരുപാട് ചോദ്യങ്ങൾ വരുന്നുണ്ട്. ഓക്കെ, അപ്പം നമ്മൾ കൂടുതൽ തവണ ചോദിച്ചിട്ടുള്ള പോർഷൻസാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പം മൈക്രോയിൽ പല സ്റ്റുഡൻസും എപ്പോഴും പറയുന്ന ഒരു പോർഷനാണ് ഈ നോർമൽ ഗുഡ്, ഇൻഫീരിയർ ഗുഡ്, ഗിഫൻ ഗുഡിൻ്റെ ഈ പ്രൈസ് ഇഫക്റ്റ്, ഇൻകം ഇഫക്റ്റ് ആൻഡ് സബ്സ്റ്റിറ്റ്യൂഷൻ ഇഫക്റ്റ്. ഇത് എപ്പോഴും എല്ലാവർക്കും കൺഫ്യൂഷൻ ആവുന്ന ഒരു പോർഷനാണെന്ന് പറയാറുണ്ട്. അപ്പോൾ അത് നമ്മൾക്ക് ആ ഒരു ടോപ്പിക്കിൽ നിന്ന് തന്നെ തുടങ്ങാം. ഓക്കെ, പ്രൈസ് ഇഫക്റ്റ് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം അല്ലേ? ഒരു സാധനത്തിൻ്റെ വില കൂടുകയോ കുറയുകയോ ചെയ്യുമ്പോൾ ഡിമാൻഡിൽ വരുന്ന ചേഞ്ചിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? പ്രൈസ് ഇഫക്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇൻകം ഇഫക്റ്റ് എന്ന് പറയുന്നത് എന്താണ്? സാധനത്തിൻ്റെ വില കൂടുകയോ കുറയുകയോ ചെയ്യുമ്പോൾ അത് റിയൽ ഇൻകത്തിലൊരു മാറ്റം വരുത്തുന്നു. ആ റിയൽ ഇൻകത്തിലെ മാറ്റം കൊണ്ട് ഡിമാൻഡിൽ വരുന്ന ചേഞ്ചിനെയാണ് നമ്മൾ ഇൻകം ഇഫക്റ്റ് എന്ന് പറയുന്നത്. സബ്സ്റ്റിറ്റ്യൂഷൻ ഇഫക്റ്റ് എന്ന് പറയുന്നത് എന്താണ്? ഈ പ്രൈസിൽ വില കൂടുകയോ കുറയുകയോ, ഒരു ക്വാണ്ടിറ്റിയുടെ വില കൂടുകയോ, ഒരു ഗുഡിൻ്റെ വില കൂടുകയോ കുറയുകയോ ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കുന്നു? ആൾക്കാർ എയ്തർ ഈ പ്രോഡക്റ്റിലോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും, അല്ലെങ്കിൽ വേറെ പ്രോഡക്റ്റിലോട്ട് അവർ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് പോകും അല്ലേ? അപ്പം അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സബ്സ്റ്റിറ്റ്യൂഷൻ ഇഫക്റ്റ് എന്ന് പറയുന്നത്. അപ്പം നമ്മൾ ഈ 3 ഇഫക്റ്റുകളാണ് ആദ്യം ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പം ഫസ്റ്റ് നമ്മളുടെ ഒരു പ്രോഡക്റ്റ് നമ്മളുടെ കയ്യിലുണ്ട്, അതിൻ്റെ വില കുറഞ്ഞിരിക്കുകയാണെന്ന് ഒന്ന് ചിന്തിക്കുക. ഓക്കെ, ഒന്ന് അസ്യൂം ചെയ്യുക, സാധനത്തിൻ്റെ വില കുറഞ്ഞു. അപ്പം ആ സാധനം എന്ന് പറയുന്നത് ഒരു നോർമൽ ഗുഡാണെന്ന് വെക്കുക. ഒരു നോർമൽ ഗുഡാണ്. നോർമൽ ഗുഡിൻ്റെ നമ്മൾക്കറിയാലോ, ഇലാസ്റ്റിസിറ്റി എന്ന് പറയുന്നത് എപ്പോഴും 0ക്കും 1നും നടുവിലാണ്. അതൊരിക്കലും നെഗറ്റീവ് ആവില്ല അല്ലേ? അതാണ് നമ്മൾ പഠിച്ചിരിക്കുന്നത്. അപ്പം നോർമൽ ഗുഡ് ആണ് നമ്മളുടെ കയ്യിലിരിക്കുന്ന പ്രോഡക്റ്റ്. അപ്പം അതിൻ്റെ പ്രൈസ് ഇഫക്റ്റ്, അതിൻ്റെ വില കുറഞ്ഞെന്ന് വെക്കുക. അങ്ങനെ വരുമ്പോൾ എന്ത് സംഭവിക്കും? ആ സാധനത്തിൻ്റെ വില കുറയുമ്പോൾ അതിൻ്റെ ക്വാണ്ടിറ്റി ഡിമാൻഡ് കൂടും. ഓക്കെ, അങ്ങനെ വരുമ്പോൾ എപ്പോഴും പ്രൈസ് ഇഫക്റ്റ് നെഗറ്റീവായിരിക്കും. എന്തുകൊണ്ടാണ്? പ്രൈസും ഡിമാൻഡും ഓപ്പോസിറ്റ് സൈഡിലോട്ടാണ് സഞ്ചരിക്കുന്നത്. ഓക്കെ, ഇനി ആ പ്രോഡക്റ്റിൻ്റെ ഇൻകം ഇഫക്റ്റ് നോക്കാം. സാധനത്തിൻ്റെ വില കുറഞ്ഞു, റിയൽ ഇൻകത്തിൽ വർധനമുണ്ടായി. റിയൽ ഇൻകത്തിലെ വർധനവ് എന്തിന് സഹായിച്ചു? ഡിമാൻഡ് കൂടാനായിട്ട് സഹായിക്കുന്നു. അപ്പം റിയൽ ഇൻകവും ഡിമാൻഡും ഒരു പോസിറ്റീവ് റിലേഷനാണ്. കാരണം രണ്ടും ഇൻക്രീസ് ആണ് ചെയ്യുന്നത്. ഓക്കെ, ഇനി സബ്സ്റ്റിറ്റ്യൂഷൻ ഇഫക്റ്റിലോട്ട് വരാം. സാധനത്തിൻ്റെ വില കുറഞ്ഞു, അപ്പം മറ്റാൾക്കാർ ഈ പ്രോഡക്റ്റിലോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അപ്പോൾ സബ്സ്റ്റിറ്റ്യൂഷൻ ഇൻക്രീസസ്. സബ്സ്റ്റിറ്റ്യൂഷൻ വന്നപ്പോൾ എന്ത് സംഭവിക്കുന്നു? ഡിമാൻഡ് ഇൻക്രീസ് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ ഇവിടെയും എന്ത് വരുന്നു? സബ്സ്റ്റിറ്റ്യൂഷൻ ഇഫക്റ്റ് പോസിറ്റീവ് ആവുന്നു. ഇനി ഇൻഫീരിയർ ഗുഡിൻ്റെ കേസ് എടുക്കാം. ഇൻഫീരിയർ ഗുഡിൻ്റെ കേസിൽ എന്ത് സംഭവിക്കുന്നു? സാധനത്തിൻ്റെ വില കുറയുമ്പോൾ ഡിമാൻഡ് വർദ്ധിക്കുന്നു. ഓക്കെ, അപ്പം ഇവിടെയും പ്രൈസ് ഇഫക്റ്റ് എന്ന് പറയുന്നത് നെഗറ്റീവാണ്. ഓക്കെ, അപ്പം നമ്മൾക്കറിയാം പ്രൈസ് ഇഫക്റ്റ് എന്ന് പറയുന്നത് 2 ഇഫക്റ്റുകളുടെ കോമ്പിനേഷനാണെന്ന്, ഇൻകം ഇഫക്റ്റിൻ്റെയും സബ്സ്റ്റിറ്റ്യൂഷൻ ഇഫക്റ്റിൻ്റെയും. ഓക്കെ, അപ്പം ഈ ഇൻഫീരിയർ ഗുഡിൻ്റെ കേസിൽ സാധനത്തിൻ്റെ വില കുറഞ്ഞാലും എന്ത് സംഭവിക്കുന്നു? ഡിമാൻഡ് കൂടുന്നു. ഇനി അതിൻ്റെ ഇൻകം ഇഫക്റ്റ് എന്താണെന്ന് നോക്കാം.
സാധനത്തിൻ്റെ വില കുറയുന്നു. സാധനത്തിൻ്റെ വില കുറയുമ്പോൾ എന്ത് സംഭവിക്കുന്നു? റിയൽ ഇൻകം വർദ്ധിക്കുന്നു. പക്ഷേ റിയൽ ഇൻകത്തിൻ്റെ വർധനവ് എന്തിന് കാരണമാവുന്നു? ഡിമാൻഡ് കുറയാനായിട്ടാണ് കാരണമാവുന്നത്. അത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇൻഫീരിയർ ഗുഡിൻ്റെ കേസിൽ ഇൻകം കൂടിയാൽ ഡിമാൻഡ് കുറയുമെന്നാണ് നമ്മൾ പഠിച്ചിരിക്കുന്നത്. ഓക്കെ, ഇനി സബ്സ്റ്റിറ്റ്യൂഷൻ ഇഫക്റ്റ് നോക്കാം. സാധനത്തിൻ്റെ ഇൻഫീരിയർ ഗുഡിൻ്റെ വില കുറഞ്ഞു, സബ്സ്റ്റിറ്റ്യൂഷൻ കൂടി, ഡിമാൻഡ് കൂടി. ഓക്കെ, അപ്പോൾ ഇവിടെ എന്ത് സംഭവിക്കുന്നു? സബ്സ്റ്റിറ്റ്യൂഷൻ ഇഫക്റ്റ് ഔട്ട്വേ ഇൻകം ഇഫക്റ്റ്. അതുകൊണ്ടാണ് എന്ത് വരുന്നത്? സാധനത്തിൻ്റെ വില കുറയുമ്പോൾ ഡിമാൻഡ് കൂടുന്നത്. കാരണം നെഗറ്റീവ് ഇൻകം ഇഫക്റ്റ് കൊണ്ടുണ്ടായിട്ടുള്ള ഡിമാൻഡ് കുറവിനേക്കാൾ എന്താണ് 10 മടങ്ങ് കൂടുതലാണ് പോസിറ്റീവ് സബ്സ്റ്റിറ്റ്യൂഷൻ ഇഫക്റ്റ് കൊണ്ടുണ്ടായിട്ടുള്ള ഡിമാൻഡിൻ്റെ ഇൻക്രീസ്. അപ്പം ഇത് നമ്മൾ ശ്രദ്ധിക്കണം. ഇൻഫീരിയർ ഗുഡിൻ്റെ കേസിൽ സബ്സ്റ്റിറ്റ്യൂഷൻ ഇഫക്റ്റ്, പോസിറ്റീവ് സബ്സ്റ്റിറ്റ്യൂഷൻ ഇഫക്റ്റ് ഔട്ട്വേ നെഗറ്റീവ് ഇൻകം ഇഫക്റ്റ്. ഓക്കെ, ഇനി ഗിവൻ ഗുഡിൻ്റെ കേസ് എടുക്കുവാണെങ്കിൽ പ്രൈസ് ഇഫക്റ്റ് പോസിറ്റീവാണ്. സാധനത്തിൻ്റെ വില കുറയുന്നു, ഡിമാൻഡ് കുറയുകയാണ് അവിടെ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ എങ്ങനെയാണെന്ന് നോക്കാം. ഇൻകം ഇഫക്റ്റിൻ്റെ കേസ്, പ്രൈസ് കുറഞ്ഞു, റിയൽ ഇൻകം കൂടി, ഡിമാൻഡ് കുറഞ്ഞു. അപ്പം റിയൽ ഇൻകവും ഡിമാൻഡും തമ്മിലൊരു നെഗറ്റീവ് റിലേഷൻഷിപ്പാണ്. സബ്സ്റ്റിറ്റ്യൂഷൻ ഇഫക്റ്റ് ആണെങ്കിലോ പ്രൈസ് കുറഞ്ഞു, സബ്സ്റ്റിറ്റ്യൂഷൻ കൂടി, അപ്പോൾ എന്ത് സംഭവിക്കുന്നു? ഡിമാൻഡ് കൂടി. ഓക്കെ, അപ്പോൾ ഇവിടെ സബ്സ്റ്റിറ്റ്യൂഷൻ ഇഫക്റ്റ് പോസിറ്റീവാണ്. പക്ഷേ എന്താണ് ഗിവൻ ഗുഡിൻ്റെ കേസിൽ സംഭവിക്കുന്നത്? നെഗറ്റീവ് ഇൻകം ഇഫക്റ്റ് ഔട്ട്വേ പോസിറ്റീവ് സബ്സ്റ്റിറ്റ്യൂഷൻ ഇഫക്റ്റ്. അതുകൊണ്ട് പ്രൈസ് കുറയുമ്പോൾ ഡിമാൻഡ് കുറയുന്നു. കാരണം ഇൻകം ഇഫക്റ്റ് കൊണ്ടുണ്ടായിട്ടുള്ള ഡിമാൻഡിൻ്റെ കുറവാണ് ഇറ്റ് ഈസ് ആക്ച്വലി ഗ്രേറ്റർ ദാൻ സബ്സ്റ്റിറ്റ്യൂഷൻ ഇഫക്റ്റ് കൊണ്ടുണ്ടായിട്ടുള്ള ഡിമാൻഡ് ഇൻക്രീസ്. ഓക്കെ, അപ്പോൾ ഇവിടെ സബ്സ്റ്റിറ്റ്യൂഷൻ ഇഫക്റ്റ് കൊണ്ട് ഡിമാൻഡ് കൂടുന്നുണ്ട് ഗിവൻ ഗുഡിൽ. പക്ഷേ അതെന്ന് പറയുന്നത് വളരെ കുറവാണ് ആസ് കമ്പയർഡ് ടു ഇൻകം ഇഫക്റ്റ്, നെഗറ്റീവ് ഇൻകം ഇഫക്റ്റ്. ഓക്കെ, സോ ഗിവൻ ഗുഡിൻ്റെ കേസിൽ ഇൻകം ഇഫക്റ്റ് ഔട്ട്വേസ് പോസിറ്റീവ് സബ്സ്റ്റിറ്റ്യൂഷൻ ഇഫക്റ്റ്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോർഷനാണ്. അപ്പം ഇത് റിലേറ്റഡ് ആയിട്ട് എല്ലാ തവണത്തെ സെറ്റ് എക്സാം ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നോക്കിയാലും നമ്മൾക്ക് ക്വസ്റ്റ്യൻ കാണാനായിട്ട് സാധിക്കും. സോ നെഗറ്റീവ് ഇൻകം ഇഫക്റ്റ് ഈസ് സ്ട്രോങ്ങർ ദാൻ സബ്സ്റ്റിറ്റ്യൂഷൻ ഇഫക്റ്റ് ഇൻ ദ കേസ് ഓഫ് ഡാഷ് ഗുഡ്സ്. സോ ഒട്ടും ആലോചിക്കാതെ തന്നെ നമ്മൾക്ക് എഴുതാൻ പറ്റും, അത് ഗിവൻ ഗുഡാണ്. ഓക്കെ, സോ ഗിവൻ ഗുഡിൻ്റെ കേസിൽ എങ്ങനെയാണ്? നെഗറ്റീവ് ഇൻകം ഇഫക്റ്റ് ഈസ് ഗ്രേറ്റർ ദാൻ പോസിറ്റീവ് സബ്സ്റ്റിറ്റ്യൂഷൻ ഇഫക്റ്റ്. അത് ഇൻഫീരിയർ ഗുഡിൻ്റെ കേസിലോ പോസിറ്റീവ് ഇഫക്റ്റ് ഈസ് ഗ്രേറ്റർ ദാൻ നെഗറ്റീവ് ഇൻകം ഇഫക്റ്റ്. പോസിറ്റീവ് സബ്സ്റ്റിറ്റ്യൂഷൻ ഇഫക്റ്റ് ഈസ് ഗ്രേറ്റർ ദാൻ നെഗറ്റീവ് ഇൻകം ഇഫക്റ്റ്. ഇതൊരിക്കലും മറക്കരുത്. ഓക്കെ, പിന്നെ വേറൊരു ചോദ്യം അതുപോലെ തന്നെ വന്നിട്ടുണ്ട്. ഒരു സാധനത്തിൻ്റെ വില കുറയുമ്പോൾ പോസിറ്റീവ് സബ്സ്റ്റിറ്റ്യൂഷൻ ഇഫക്റ്റ് ഈസ് സ്മോളർ ദാൻ നെഗറ്റീവ് ഇൻകം ഇഫക്റ്റ്, ദെൻ സച്ച് ഗുഡ്സ് ആർ കോൾഡ് ഗിവൻ ഗുഡ്സ്. അതാണല്ലോ നമ്മളിപ്പോൾ പഠിച്ചത്. ഓക്കെ, അപ്പം ഇതുപോലെ എല്ലാ വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നോക്കിയാലും നമ്മൾക്ക് ഈ ഒരു ചോദ്യം കാണാനായിട്ട് സാധിക്കും. ഓക്കെ, ഇനി അടുത്തൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോർഷൻ എന്ന് പറയുന്നതാണ് ഈ എങ്കൽ കർവ് എന്ന് പറയുന്നത്. സോ എങ്കൽ കർവ് എന്താ ആക്ച്വലി കാണിക്കുന്നത്? ഇറ്റ് ഷോസ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഇൻകം ആൻഡ് ക്വാണ്ടിറ്റി ഡിമാൻഡഡ്. അതായത് ഇൻകം ക്വാണ്ടിറ്റി ഡിമാൻഡും തമ്മിലുള്ള ഒരു ബന്ധമാണ് ഇവിടെ എന്ത് കാണിക്കുന്നത്? എങ്കൽ കർവ് കാണിക്കുന്നത്. അപ്പം നമ്മൾ ആ റിയൽ ഇൻകം ആൻഡ് ക്വാണ്ടിറ്റി ഡിമാൻഡഡ് ആ ഒരു കണക്ഷനാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ഇവിടെ നോക്കേണ്ടത്. അപ്പം നോർമൽ ഗുഡ്സിൻ്റെ കേസിൽ എപ്പോഴും അതൊരു എങ്കൽ കർവ് എന്ന് പറയുന്നത് ഒരു അപ്വേർഡ് സ്ലോപ്പിംഗ് കർവായിരിക്കും, പക്ഷേ കോൺകേവ് ടു ദ ഒറിജിൻ. ലക്ഷറി ഗുഡിൻ്റെ കേസിൽ അത് അപ്വേർഡ് സ്ലോപ്പിംഗ് തന്നെയാണ്. അതായത് ഇൻകം കൂടുമ്പോൾ ക്വാണ്ടിറ്റി ഡിമാൻഡ് കൂടുന്നു, ബട്ട് കോൺവെക്സ് ടു ദ ഒറിജിൻ. ഇനി ഇൻഫീരിയർ ഗുഡിൻ്റെ കേസിൽ അത് ബാക്ക്വേർഡ് ബെൻഡിങ് കർവാണ് വിത്ത് ഡൗൺവേർഡ് സ്ലോപ്പിംഗ്. ഗിവൻ ഗുഡിൻ്റെ കേസിലും അത് നെഗറ്റീവ്ലി അല്ലെങ്കിൽ ഡൗൺവേർഡ് സ്ലോപ്പിംഗ് കർവാണ്. ന്യൂട്രൽ ഗുഡിൻ്റെ കേസിൽ അത് എപ്പോഴും വേർട്ടിക്കൽ സ്ട്രെയിറ്റ് ലൈനാണ്. ഓക്കെ, സോ എങ്കൽ കർവ് ഫോർ ഗിവൻ ഗുഡ് എന്ന് പറയുന്നത് എന്താണ്? നെഗറ്റീവ്ലി സ്ലോപ്ഡ് ആണ്. എന്തുകൊണ്ടാണ്? സാധനത്തിൻ്റെ വില കുറഞ്ഞു, റിയൽ ഇൻകം വർദ്ധിച്ചു, ക്വാണ്ടിറ്റി ഡിമാൻഡ് കുറഞ്ഞു. അപ്പം റിയൽ ഇൻകം കൂടുമ്പോൾ ക്വാണ്ടിറ്റി ഡിമാൻഡ് എന്ത് വരുന്നു? അവിടെ കുറയുന്നു. സോ ദർ ഈസ് എ നെഗറ്റീവ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ റിയൽ ഇൻകം ആൻഡ് ക്വാണ്ടിറ്റി ഡിമാൻഡ്. ഇനി അടുത്തൊരു ഇമ്പോർട്ടൻറ്റ് പോർഷൻ എന്ന് പറയുന്നത് കോപ്പ് ഡഗ്ലസ് പ്രൊഡക്ഷൻ ഫംഗ്ഷൻ്റെ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ കോപ്പ് ഡഗ്ലസ് പ്രൊഡക്ഷൻ ഫംഗ്ഷനിൽ എപ്പോഴും ചോദിക്കുന്നതാണ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഫാക്ടർ സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത്.
എപ്പോഴും അതെന്തായിരിക്കും? ഈക്വൽ ടു 1 ആണ്. അതുപോലെ തന്നെ കോൺസ്റ്റൻറ്റ് റിട്ടേൺസ് ടു സ്കെയിലാണ്. പിന്നെ ഫാക്ടർ ഇൻറ്റൻസിറ്റി എപ്പോഴും മെഷർ ചെയ്യുന്നത് ബൈ ദ റേഷ്യോ ഓഫ് ആൽഫ ബൈ ബീറ്റ. ഓക്കെ, സോ ഹയർ ദ റേഷ്യോ ദ പ്രൊഡക്ഷൻ വിൽ ബി മോർ ലേബർ ഇൻറ്റൻസീവ്. കാരണം ആൽഫ കാണിക്കുന്നത് ലേബറിനെയും ബീറ്റ കാണിക്കുന്നത് എന്തിനെയാണ്? ക്യാപിറ്റൽ ഇൻറ്റൻസിറ്റീനെയാണ്. അപ്പം ആൽഫ ബൈ ബീറ്റ ചെയ്യുമ്പോൾ നമുക്ക് കൂടുതൽ വാല്യൂ ആണ് കിട്ടുന്നതെങ്കിൽ അത് എന്തിനെ കാണിക്കുന്നു? അത് ആ ഒരു ലേബർ ഇൻറ്റൻസീവിനെ കാണിക്കുന്നു. റേഷ്യോ കുറവാണെങ്കിൽ അത് കാണിക്കുന്നത് ക്യാപിറ്റൽ ഇൻറ്റൻസിറ്റീനെയാണ്. ഓക്കെ, അപ്പം അത് റിലേറ്റഡ് ആയിട്ടുള്ളൊരു ചോദ്യം എന്ന് പറയുന്നത് ഇലാസ്റ്റിസിറ്റി ഓഫ് ഫാക്ടർ സബ്സ്റ്റിറ്റ്യൂഷൻ ഇൻ കോപ്പ് ഡഗ്ലസ് പ്രൊഡക്ഷൻ ഫംഗ്ഷൻ ഈക്വൽ ടു യൂണിറ്റി ഓർ 1. പിന്നെ വേറൊരു ചോദ്യം വന്നിരിക്കുന്നത് ഇഫ് ദ കോപ്പ് ഡഗ്ലസ് പ്രൊഡക്ഷൻ ഫംഗ്ഷൻ ഇസ് ക്യൂ ഈക്വൽ എ എൽ റൈസ് ടു ആൽഫ കെ റൈസ് ടു ബീറ്റ ആൻഡ് ദ വാല്യൂ ഫോർ ആൽഫ ഈക്വൽ 2 ആൻഡ് ബീറ്റ ഈക്വൽ 1, ദെൻ അങ്ങനെയാണെങ്കിൽ 4 ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ അതിൽ നമ്മൾ കണ്ടുപിടിക്കേണ്ടത് ഇത് വെച്ചിട്ട് ഏത് തരത്തിലുള്ള ഇൻറ്റൻസീവ് ആണെന്ന് നോക്കണം. അതായത് ക്യാപിറ്റൽ ആണോ ലേബർ ആണോ എന്നുള്ളതാണ് നമ്മളിവിടെ നോക്കേണ്ടത്. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഈ വാല്യൂസ് നമ്മൾ ആ ഒരു ആൽഫയ്ക്കും ബീറ്റയ്ക്കും പകരം ഇട്ട് കൊടുത്തിട്ട് നമ്മൾ നോക്കണം. ഓക്കെ, സോ ഹിയർ ദ ഫാക്ടർ ഇൻറ്റൻസിറ്റി ഈസ് മെഷർഡ്. ഫാക്ടർ ഇൻറ്റൻസിറ്റി കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്? ആൽഫ ബൈ ബീറ്റ. അപ്പം 2/1. സോ 2/1 ചെയ്യുമ്പോൾ നമുക്ക് ഫാക്ടർ ഇൻറ്റൻസിറ്റി കിട്ടുന്നത് 2 ആണ്. ഓക്കെ, സോ ഫാക്ടർ ഇൻറ്റൻസിറ്റി ഈസ് 2. ഓക്കെ, സോ ആൻഡ് ഇറ്റ് ഈസ് ലേബർ ഇൻറ്റൻസീവ്. കാരണം എന്താണ്? ആൽഫ ഈസ് അസോസിയേറ്റഡ് വിത്ത് ദ ഫാക്ടർ ലേബർ ആൻഡ് ബീറ്റ ഈസ് അസോസിയേറ്റഡ് വിത്ത് ദ ഫാക്ടർ ക്യാപിറ്റൽ. സോ ഹിയർ ഫാക്ടർ ഇൻറ്റൻസിറ്റി എന്ന് പറയുന്നത് 2 ആണ് ആൻഡ് ഇറ്റ് ഈസ് ലേബർ ഇൻറ്റൻസീവ്. ഇനി വേറൊരു ഇമ്പോർട്ടൻറ്റ് പോർഷൻ എന്ന് പറയുന്നതാണ് ഐസോകോണ്ട്. ഐസോകോണ്ട് എന്ന് പറയുന്നത് എന്താണ്? നമ്മളുടെ ഇൻഡിഫറൻസ് കർവ് പോലെ തന്നെ ഇവിടെ കാണിക്കുന്നത് കോമ്പിനേഷൻ ഓഫ് 2 ഇൻപുട്സ് ആണ്. ഇൻഡിഫറൻസ് കർവ് എന്ന് പറയുന്നത് കോമ്പിനേഷൻ ഓഫ് 2 ഗുഡ്സ് ആണെങ്കിൽ ഇവിടെ 2 ഇൻപുട്സ് ദാറ്റ് പ്രൊഡ്യൂസ് സെയിം ലെവൽ ഓഫ് ഔട്ട്പുട്ട്. സോ അതിൻ്റെ സ്ലോപ്പ് എന്ന് പറയുന്നത് മാർജിനൽ റേറ്റ് ഓഫ് ടെക്നിക്കൽ സബ്സ്റ്റിറ്റ്യൂഷൻ ആണ്, വിച്ച് ഈസ് ഈക്വൽ ടു വേജ് ബൈ റെൻറ്റ്. മറ്റേ ഇൻഡിഫറൻസ് കർവ് ആണെങ്കിൽ അത് മാർജിനൽ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ. സോ ഒരു ക്വസ്റ്റ്യൻ വന്നിട്ട് സ്ലോപ്പ് ഓഫ് ദി ഐസോകോണ്ട് എന്താണെന്ന് ചോദിച്ചിട്ടുണ്ട്. അത് മാർജിനൽ റേറ്റ് ഓഫ് ടെക്നിക്കൽ സബ്സ്റ്റിറ്റ്യൂഷൻ ആണ്. പിന്നെ 2018 ഒരു ചോദ്യം വന്നിട്ടുണ്ട്. ദ ലോക്കസ് ഓഫ് പോയിന്റ് വെയർ വൺ പ്രൊഡ്യൂസേഴ്സ് ഐസോകോണ്ട് ഇസ് ടാൻജൻറ്റ് ടു അനദർ പ്രൊഡ്യൂസേഴ്സ് ഐസോകോണ്ട്. രണ്ട് ഐസോകോണ്ട് തമ്മിൽ ടാൻജൻ്റ് ആവുന്ന ആ ഒരു പോയിന്റ്സ് വരുന്നതിന് എന്താ പറയുന്നത്? അതിന് പറയുന്നതാണ് പ്രൊഡക്ഷൻ കോൺട്രാക്റ്റ് കർവ് എന്ന്. ഓക്കെ, പിന്നെ നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കേണ്ട ഒരു പോർഷനാണ് കിങ്ഡ് ഡിമാൻഡ് കർവ് എന്ന് പറയുന്നത്. അത് കൊണ്ടുവന്നത് പോളം സ്ക്വീസി ആണ് ഇൻ ദ ഇയർ 1939. സോ ഇതിൽ പറയുന്നത് എന്താണ്? ഒരു 2 ഫേംസ് എടുക്കാം. അപ്പം ഒരു ഫേം അതിൻ്റെ വില കൂട്ടുകയാണെന്ന് വെക്കാം. സാധനങ്ങളുടെ വില കൂട്ടുമ്പോൾ എന്ത് സംഭവിക്കും? മറ്റേ കോമ്പറ്റീറ്റർ ഫേം എന്ത് ചെയ്യില്ല? വില ഒരിക്കലും കൂട്ടില്ല. അപ്പോൾ അയാൾ ആ ഒരു എക്സിസ്റ്റിംഗ് പ്രൈസിൽ തന്നെ നിൽക്കും. അപ്പോൾ എന്തു പറ്റും? ഈ ആദ്യത്തെ ഫേം വില കൂട്ടിയത് കൊണ്ട് തന്നെ അവരുടെ കുറേ കസ്റ്റമേഴ്സ് കോമ്പറ്റീറ്ററിൻ്റെ അടുത്ത് പോയി സാധനം മേടിക്കാൻ തുടങ്ങും. ഓക്കെ, അപ്പം ഒരു ഫേം സാധനത്തിൻ്റെ വില കൂട്ടുകയാണെങ്കിൽ അവരുടെ കോമ്പറ്റീറ്റേഴ്സ് ഒരിക്കലും അത് എന്ത് ചെയ്യില്ല? ഫോളോ ചെയ്യില്ല. ഇനി വേറൊരു കേസ് നോക്കാം. അവർ വില കുറയ്ക്കുകയാണെന്ന് വയ്ക്കുക. അപ്പോൾ കോമ്പറ്റീറ്റേഴ്സും അത് കുറയ്ക്കും, അവരും ഫോളോ ചെയ്യും. അപ്പോൾ എന്ത് സംഭവിക്കും? അവർക്ക് വില കുറച്ചത് കൊണ്ട് തന്നെ കൂടുതൽ കസ്റ്റമേഴ്സിനൊന്നും കിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ എന്ത് വരുന്നു? ഈ ഒരു കിങ്ക് വരുന്നുണ്ട്. ഡിമാൻഡ് കർവിലൊരു കിങ്ക് വരുന്നുണ്ട്. സോ ഈ ഒരു പ്രസൻസ് ഓഫ് കിങ്ക് ഉള്ളത് കൊണ്ട് തന്നെ ഫേമിൻ്റെ മാർജിനൽ റവന്യൂ കർവ് എന്ന് പറയുന്നത് അതിനൊരു ഡിസ്കണ്ടിന്യൂറ്റി ഉണ്ട് അറ്റ് ദ ലെവൽ ഓഫ് ഔട്ട്പുട്ട് കറസ്പോണ്ടിങ് ടു ദ കിങ്ക്. സോ ഈ കിങ്കിൻ്റെ മുകളിലുള്ള പോർഷൻ എന്ന് പറയുന്നത് ഇലാസ്റ്റിക് ഡിമാൻഡ് കർവാണ്. അറ്റ് ദിസ് പോർഷൻ പീപ്പിൾ വിൽ റിയാക്ട് മോർ പ്രൊപ്പോർഷനേറ്റ് ടു ദ ചേഞ്ച് ഇൻ പ്രൈസ്. സാധനത്തിൻ്റെ വില കൂടിക്കഴിഞ്ഞാൽ ആൾക്കാരത് റിയാക്ട് ചെയ്യും. ഓക്കെ, സോ അവിടെ ഡിമാൻഡ് കർവ് കിങ്കിൻ്റെ മുകളിലുള്ള ഡിമാൻഡ് എന്ന് പറയുന്നത് ഇലാസ്റ്റിക് ഡിമാൻഡും കിങ്കിന് താഴെയുള്ള ഡിമാൻഡ് എന്ന് പറയുന്നത് ഇൻഇലാസ്റ്റിക് ഡിമാൻഡുമാണ്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോട്ട് ചെയ്ത് വയ്ക്കുക. സോ ഒരു ചോദ്യം എന്ന് പറയുന്നത് കിങ്ഡ് ഡിമാൻഡ് കർവ് ഒക്കേഴ്സ് ഇൻ ഒലിഗോപ്പൊളി ബിക്കോസ് ദ ഫേം ഫീൽസ് ദാറ്റ്. എന്തുകൊണ്ടാണ്? അതിൻ്റെ ഉത്തരം എന്ന് പറയുന്നത് ഇഫ് ഹി റേസസ് ദ പ്രൈസ് അതർ ഫേംസ് ഇൻ ദ ഇൻഡസ്ട്രി വിൽ ലീവ് ദെയർ പ്രൈസ് ലോ ആണല്ലോ. അതാണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞത്. രണ്ടാമത്തത് ഒരാൾ അതിൻ്റെ വില കുറയ്ക്കുകയാണെങ്കിൽ അതർ ഫേംസ് ഇൻ ദ ഇൻഡസ്ട്രി വിൽ ഫോളോ സ്യൂട്ട്. ഓക്കെ, പിന്നെ മൂന്നാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് ബോത്ത് എ ആൻഡ് ബി. അപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതിലത്തെ എയും ബിയും ഓപ്ഷൻ കറക്റ്റായിട്ടാണ് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു ചോദ്യത്തിൻ്റെ ഉത്തരം എന്ന് പറയുന്നത് സി ആണ്. ഓക്കെ, അപ്പം നമ്മൾ എപ്പോഴും എല്ലാ ഓപ്ഷൻസും കറക്റ്റായിട്ട് വായിച്ചിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാനായിട്ട്? ഉത്തരം എഴുതാനായിട്ട്. ഓക്കെ,
പിന്നെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക് എന്ന് പറയുന്നതാണ് കാൾ മാർക്സിൻ്റെ ഓർഗാനിക് കമ്പോസിഷൻ ഓഫ് ക്യാപിറ്റൽ. ഇത് ഒരുപാട് തവണ ചോദ്യങ്ങൾ ചോദിച്ച ഒരു ഏരിയ ആണ്. നമ്മൾക്ക് ഈ കാൾ മാർക്സിൻ്റെ ഓർഗാനിക് കമ്പോസിഷൻ ഓഫ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് മനസ്സിലോട്ട് വരേണ്ടത് C/V എന്ന് പറയുന്ന ഒരു ഫോർമുലയാണ്. ഓക്കെ, ഇറ്റ് മെഷേഴ്സ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദ റേറ്റ് ഓഫ് സർപ്ലസ് വാല്യൂ, അതായത് S/V ആൻഡ് ദ റേറ്റ് ഓഫ് പ്രോഫിറ്റ് S/C+V. Okay, so it shows the relation difference, it measures the difference between rate of surplus value and the rate of profit. So higher the organic composition of capital, more the capital intensity. And അതുപോലെ തന്നെ എന്ത് വരുന്നു? ഓക്കെ, സോ ലോവർ ആണെങ്കിൽ അത് നേരെ ഓപ്പോസിറ്റ്. ഓക്കെ, സോ ഇവിടെ C/V എന്ന് പറയുന്നത് S/V മൈനസ് S/C+V. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫോർമുലയാണ്, കാരണം ഇത് പലപ്പോഴും എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. ഇനി ഒരു ചോദ്യം എന്ന് പറയുന്നത് ഒരു 1-2 ചോദ്യങ്ങളാണ് ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. അക്കോർഡിംഗ് ടു മാർക്സ് ദ ഓർഗാനിക് കമ്പോസിഷൻ ഓഫ് ക്യാപിറ്റൽ എന്ന് പറയുന്നത് ദ റേഷ്യോ ഓഫ് കോൺസ്റ്റൻറ്റ് ക്യാപിറ്റൽ ഓവർ ദ വേരിയബിൾ ക്യാപിറ്റൽ. അപ്പോൾ C എന്ന് പറയുന്നത് കോൺസ്റ്റൻറ്റ് ക്യാപിറ്റലും V എന്ന് പറയുന്നത് വേരിയബിൾ ക്യാപിറ്റലുമാണ്. ഓക്കെ, അപ്പം അതുപോലെ തന്നെ ഈ ഒരു ഇക്വേഷനും വളരെ കൃത്യമായിട്ട് തന്നെ പഠിച്ചു വയ്ക്കുക. ഓക്കെ, ഇനി നമ്മൾ അടുത്തത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പോകുന്ന ഒരു പോർഷൻ എന്ന് പറയുന്നത് മുണ്ടൽ ഫ്ലെമിംഗ് മോഡൽ എന്ന് പറയുന്നത്. സോ ഇതിലും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്. LM കർവിൻ്റെ ഷിഫ്റ്റിനെ കുറിച്ചൊക്കെ ഇതിൽ ചോദിക്കാറുണ്ട്, IS കർവും LM കർവിൻ്റെ. അപ്പോൾ അത് വളരെ കാര്യമായിട്ട് തന്നെ നോക്കണം. ബാലൻസ് ഓഫ് പേയ്മെൻറ്റ് കർവ്, IS കർവ് ആൻഡ് LM കർവ്. ഇത് 2 കേസസിലാണ് വരുന്നത്, പെർഫെക്റ്റ് ക്യാപിറ്റൽ മൊബിലിറ്റിയും ഇംപെർഫെക്റ്റ് ക്യാപിറ്റൽ മൊബിലിറ്റിയും. സോ പെർഫെക്റ്റ് ക്യാപിറ്റൽ മൊബിലിറ്റിയിൽ നമ്മൾ 2 എക്സ്ചേഞ്ച് റേറ്റിലുള്ള കാര്യങ്ങൾ നോക്കുന്നുണ്ട്, ഫിക്സ്ഡും ഫ്ലെക്സിബിളും. ഇംപെർഫെക്റ്റിൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? 2ഉം നോക്കുന്നുണ്ട്, ഫിക്സ്ഡ് ആൻഡ് ഫ്ലെക്സിബിൾ. സോ ഫിക്സ്ഡ് എക്സ്ചേഞ്ച് റേറ്റിൽ എപ്പോഴും ഫിസ്ക്കൽ പോളിസിയാണ് എഫക്റ്റീവായിട്ടുള്ളത്. ഫ്ലെക്സിബിളിൽ എപ്പോഴും മോണിറ്ററി പോളിസിയാണ് എഫക്റ്റീവായിട്ട് വരുന്നത്. ഓക്കെ, അപ്പോൾ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് തന്നെ നോക്കി വയ്ക്കുക. ഓക്കെ, സോ അതിലൊരു ചോദ്യം LM കർവിൻ്റെ ഷിഫ്റ്റിനെ കുറിച്ചിട്ടാണ്. മുണ്ടൽ ഫ്ലെമിംഗ് മോഡൽ ഒരു ഡിവാലുവേഷൻ, ഒരു പ്രൈസിൻ്റെ ഒരു കറൻസിയുടെ വില കുറയ്ക്കുകയാണെങ്കിൽ എന്ത് സംഭവിക്കും? ഷിഫ്റ്റ്സ് LM കർവ് ടു ദ റൈറ്റ്, ദാറ്റ് എക്സ്പാൻഡ്സ് നെറ്റ് എക്സ്പോർട്സ് ആൻഡ് റൈസസ് അഗ്രിഗേറ്റ് ഇൻകം. അപ്പോൾ അതെപ്പോഴും ശ്രദ്ധിക്കണം. ഡിവാലുവേഷൻ സംഭവിച്ചു കഴിഞ്ഞാൽ LM കർവ് എന്ത് ചെയ്യുന്നു? റൈറ്റിലോട്ട്, അതായത് താഴത്തോട്ട് ഷിഫ്റ്റ് ചെയ്യും. ഓക്കെ, താഴത്തോട്ട് ഷിഫ്റ്റ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? നെറ്റ് എക്സ്പോർട്സ് കൂടും, അതുകൊണ്ട് തന്നെ അഗ്രിഗേറ്റ് ഇൻകം ഇക്കോണമിയിൽ കൂടും. ഓക്കെ, അപ്പോൾ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് മുണ്ടൽ ഫ്ലെമിംഗ് മോഡൽ നോക്കി വയ്ക്കുക. അതിൽ IS കർവും LM കർവിൻ്റെയും അതുപോലെ തന്നെ ബാലൻസ് ഓഫ് പേയ്മെൻറ്റ് കർവിൻ്റെയും ഷിഫ്റ്റും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് തന്നെ പഠിക്കണം. പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിക്കുന്ന ഒരു ഇതാണ് IS-LM കർവിനെ കുറിച്ചിട്ട്. സോ IS കർവ് എന്ന് പറയുന്നത് എന്താണ്? ഇൻവേഴ്സ് റിലേഷൻ, ചൂസ് ദ ഇൻവേഴ്സ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ആൻഡ് ദി ഇൻകം. നാഷണൽ ഇൻകം റേറ്റ് ഓഫ് ഇൻട്രസ്റ്റും തമ്മിലുള്ള ഒരു ഇൻവേഴ്സ് റിലേഷൻഷിപ്പിനെയാണ് IS കർവ് കാണിക്കുന്നത്. അതിൻ്റെ സ്ലോപ്പിന് കാരണമാവുന്ന ഫാക്ടർ എന്ന് പറയുന്നത് ഇൻട്രസ്റ്റ് റേറ്റിൽ വരുന്ന ചേഞ്ചാണ്. അതുപോലെ തന്നെ IS കർവ് എന്ന് പറയുന്നത് എപ്പോഴും ഒരു നെഗറ്റീവ്ലി സ്ലോപ്ഡ് കർവാണ്. ഓക്കെ, ഇനി ഈ ഒരു കർവിൻ്റെ സ്റ്റീപ്നെസ്, അതിൻ്റെ സ്ലോപ്പ് എത്രത്തോളം ആണ് എന്നുള്ളത് ഡിപ്പെൻഡ് ചെയ്യുന്നത് ഇലാസ്റ്റിസിറ്റി ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് ഡിമാൻഡ് ഫംഗ്ഷനും സൈസ് ഓഫ് ദ മൾട്ടിപ്ലയർ ആണ്. അപ്പോൾ ഈ ഫാക്ടേഴ്സ് എപ്പോഴും ഓർത്ത് വയ്ക്കുക. IS കർവിൻ്റെ സ്റ്റീപ്നെസ് ഡിപ്പെൻഡ് ചെയ്യുന്നത് ഇലാസ്റ്റിസിറ്റി ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് ഡിമാൻഡ് കർവും അതുപോലെ തന്നെ മൾട്ടിപ്ലയറിൻ്റെ സൈസും. IS കർവ് ഷിഫ്റ്റ് ചെയ്യാനുള്ള കാരണം ചേഞ്ച് ഇൻ ഓട്ടോണോമസ് ഇൻവെസ്റ്റ്മെൻറ്റ് ഓർ ഗവൺമെൻറ്. ഓട്ടോണോമസ് ഇൻവെസ്റ്റ്മെൻറ്റ് അല്ലെങ്കിൽ ഗവൺമെൻറ് എക്സ്പെൻഡിച്ചറിൽ മാറ്റമാണ് എന്ത് ചെയ്യുന്നത്? IS കർവ് ഷിഫ്റ്റ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നത്. ഓക്കെ, ഇനി LM കർവ് കാണിക്കുന്നത് ഷോസ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഇൻട്രസ്റ്റ് റേറ്റിൻ്റെ ഇൻകമാണ്, പക്ഷെ അതെന്താണ്? പോസിറ്റീവ് റിലേഷൻഷിപ്പാണ്. ഓക്കെ, സോ ഇതിൻ്റെ LM കർവിൻ്റെ സ്ലോപ്പ് എന്ന് പറയുന്നത് ഡിറ്റർമിൻ ചെയ്യുന്നത് ചേഞ്ച് ഇൻ ഇൻകം ആൻഡ് ഇൻട്രസ്റ്റ് റേറ്റ്. So it actually slopes upwards to the right or it is positively sloped. പിന്നെ അതുപോലെ തന്നെ ഈ ഇലാസ്റ്റിറ്റി ഓഫ് ഡിമാൻഡ് ഫോർ മണി വിത്ത് റെസ്പെക്ട് ടു ഇൻകം എന്ന് പറയുന്നത് എന്താണ്? വെൻ പീപ്പിൾ ഡിമാൻഡ് മോർ മണി ഇഫ് ഇൻകം ഇൻക്രീസസ് ദെൻ ഇറ്റ് ഈസ് ഇലാസ്റ്റിക് ഫ്ലാറ്റ് കർവ്. ഓക്കെ, സോ ഡിമാൻഡ് ഫോർ മണിയുടെ ഇലാസ്റ്റിസിറ്റി ഡിറ്റർമിൻ ചെയ്യുന്നത് എങ്ങനെയാണ്? ആൾക്കാർ കൂടുതൽ മണി വേണമെന്ന് ഡിമാൻഡ് ചെയ്യുകയാണെങ്കിൽ എന്ത് സംഭവിക്കും? ഇൻകം കൂടുമ്പോൾ ആൾക്കാർ കൂടുതലായിട്ട് കയ്യിൽ മണി വേണമെന്ന് വരികയാണെങ്കിൽ ഡിമാൻഡ് കർവ് എപ്പോഴും എന്തായിരിക്കും? ഒരു ഫ്ലാറ്റ് കർവ് ആയിരിക്കും. ഇഫ്
people demand less money if income increases, then it will be a steep curve. അതെപ്പോഴും നോക്കി വെക്കുക. ഫ്ലാറ്റ് കർവ് ആകുന്നത് ഡിമാൻഡ് ഇലാസ്റ്റിക് ആകുമ്പോഴാണ്, സ്റ്റീപ്പ് കർവ് ആവുന്നത് ഡിമാൻഡ് ഫോർ മണി ഇൻഇലാസ്റ്റിക് ആവുന്നത്. ഇനി ഡിമാൻഡ് ഫോർ മണി ഇലാസ്റ്റിസിറ്റി വിത്ത് റെസ്പെക്ട് ടു റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്. ഇപ്പം വെൻ ദ ഡിമാൻഡ് ഫോർ മണി റെപ്രസെൻറ്റ് മോർ ടു ഇൻട്രസ്റ്റ് റേറ്റ് ഇൻക്രീസ്, ദെൻ ഇറ്റ് ഈസ് എ ഫ്ലാറ്റ് കർവ്. അതുപോലെ തന്നെ ലെസ് റെസ്പോൺസീവ് ആണെങ്കിൽ, ഇൻട്രസ്റ്റ് റേറ്റിൻ്റെ മാറ്റത്തിനോട് ലെസ് റെസ്പോൺസീവ് ആണെങ്കിൽ, ഡിമാൻഡ് ഫോർ മണി ലെസ് റെസ്പോൺസീവ് ആണെങ്കിൽ, കർവ് എന്ന് പറയുന്നത് എപ്പോഴും എന്തായിരിക്കും? ഇൻഇലാസ്റ്റിക് ആൻഡ് സ്റ്റീപ്പ് കർവ്. അതുപോലെ തന്നെ പിന്നെ എല്ലാം കർവിൻ്റെ ഷിഫ്റ്റിന് ഇതാവുന്ന രണ്ട് ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് മണി സപ്ലൈ ആൻഡ് ലിക്വിഡിറ്റി പ്രിഫറൻസ് ആണ്. പിന്നെ എപ്പോഴും എല്ലാം കർവ് ഡീൽ ചെയ്യുന്നത് സ്റ്റോക്കാണ്, നോട്ട് ഫ്ലോസ്. ഓക്കെ, അതെപ്പോഴും ശ്രദ്ധിക്കണം. അപ്പം ഇത് വെച്ചിട്ട് ഒരുപാട് ചോദ്യങ്ങളുണ്ട്. അപ്പം ഞാനതിൽ ചോദ്യങ്ങൾ ഇപ്പോൾ ഇവിടെ ഡിസ്കസ് ചെയ്തിട്ടില്ല, പക്ഷേ ഈ ഇത്രയും പോയിൻറ്റ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കേണ്ടതാണ്. ഇനി വരുന്ന ഏറ്റവും അടുത്തൊരു ഇമ്പോർട്ടൻ്റ് ഏരിയ എന്ന് പറയുന്നത് മൾട്ടിപ്ലെയർ. മൾട്ടിപ്ലെയർ കണ്ടുപിടിക്കാനുള്ള ഫോർമുല എന്ന് പറയുന്നത് 1/1 - MPS ഓർ 1/MPC. 1/MPS ഓർ 1/1 - MPC. ഓക്കെ, MPC എന്ന് പറയുന്നത് മാർജിൻ പ്രൊപ്പൻസിറ്റി ടു കൺസ്യൂം, MPS എന്ന് പറയുന്നത് മാർജിനൽ പ്രൊപ്പൻസിറ്റി ടു സേവ്. അപ്പോൾ എപ്പോഴും ഈ MPCയും MPSും തമ്മിൽ ഈക്വൽ ചെയ്താൽ നമ്മൾക്ക് 1 കിട്ടണം. അപ്പം ഫോർ എക്സാമ്പിൾ, വെൻ MPC = 0.5, ദെൻ വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് മൾട്ടിപ്ലയർ? അപ്പം നിങ്ങൾ എന്ത് ചെയ്യണം? ഇങ്ങനെ ഒരു ഇത് കിട്ടിക്കഴിഞ്ഞാൽ ഈ ഒരു വാല്യൂ നമ്മൾ ഇക്വേഷനിൽ ഇട്ട് നോക്കിയിട്ട് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുക. സോ നമുക്ക് എന്ത് കിട്ടും? മൾട്ടിപ്ലയർ എന്ന് പറയുന്നത് 2 എന്ന് പറയുന്ന ഒരു ആൻസർ കിട്ടും. പിന്നെ അടുത്തൊരു ഇമ്പോർട്ടൻറ്റ് പോയിന്റ് എന്ന് പറയുന്നതാണ് ഒക്കൂൻസ് ലോ. ഒക്കൂൻസ് ലോ കൊണ്ടുവന്നത് ആർതർ ഒക്കൂൺ ആണ് ഇൻ ദ ഇയർ 1960. സോ ഇത് കാണിക്കുന്നത് എന്താണ്? 4% റേറ്റ് ഫോർ 1 ഇയർ ടു അച്ചീവ് 1% റിഡക്ഷൻ ഇൻ ദ റേറ്റ് ഓഫ് അൺഎംപ്ലോയ്മെൻറ്റ്. സോ ഇവിടെ പറയുന്നത് കൺട്രീൻ്റെ GDP എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ഷുഡ് ഗ്രോ ബൈ 4% ഗ്രോത്ത്. എന്നാൽ മാത്രമേ എന്ത് സംഭവിക്കുള്ളൂ? ടു അച്ചീവ് 1% റിഡക്ഷൻ ഇൻ ദ റേറ്റ് ഓഫ് അൺഎംപ്ലോയ്മെൻറ്റ്. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കേണ്ടത് 4:1 റേഷ്യോ ആണ്. ഓക്കെ, സോ 2 പോയിൻ്റ് ഓഫ് അൺഎംപ്ലോയ്മെൻറ്റ് കോസ് 4% ഓഫ് ദി ഔട്ട്പുട്ട്, ദാറ്റ് ഈസ് ലോസ് ഓഫ് ഔട്ട്പുട്ട് വർത്ത് 4%. ഓക്കെ, അപ്പോൾ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? നോക്കി വെക്കണം. ഇത് ചോദ്യം ഇങ്ങനെ തന്നെ വരാറുണ്ട്. സോ ഒരു അസേർഷൻ റീസൺ ചോദ്യം വന്നിട്ടുണ്ടായിരുന്നു. ഒക്കോൺ ലോ ഈസ് ഇൻറ്റൻറ്റഡ് ടു ടെൽ us how much of country's GDP may be lost when unemployment is above its natural rate. സോ അതായിരുന്നു അസേർഷൻ. അതായത് ഒക്കോൺസ് ലോ പറയാൻ ശ്രമിക്കുന്നത് എത്രത്തോളം GDP കുറയണം വെൻ ദ അൺഎംപ്ലോയ്മെൻറ്റ് റേറ്റ് ഇസ് അബവ് ഇറ്റ്സ് നാച്ചുറൽ റേറ്റിനേക്കാളും കൂടുതലാണെങ്കിൽ എത്രത്തോളം കൺട്രിയുടെ ഇത് GDP കുറയും എന്നുള്ളതാണ് നമ്മൾക്ക് കാണിക്കുന്നതെന്നാണ് പറഞ്ഞത്. ഓക്കെ, അപ്പം റീസൺ എന്തായിരുന്നു? ആൻഡ് എ കൺട്രി എക്സ്പീരിയൻസ് എ 2% പോയിൻ്റ് ഇൻക്രീസ് ഇൻ ദി അൺഎംപ്ലോയ്മെൻറ്റ് ഫോർ എവറി 2 percentage point decrease in GDP from its long run level. ഓക്കെ, അപ്പം ഇതാണ് നമ്മളുടെ റീസൺ എന്ന് പറയുന്നത്. അപ്പോൾ റീസണിൽ നമുക്ക് ഒരിക്കലും അറിയാം അതൊരിക്കലും 2/2 റേഷ്യോ അല്ല എന്നുള്ളത്. ഓക്കെ, അപ്പം റീസൺ ഇവിടെ തെറ്റാണ്. പക്ഷേ ഒക്കൂൺസ് ലോ പറയുന്നത് എന്ത് തന്നെയാണ്? നമ്മളുടെ അൺഎംപ്ലോയ്മെൻറ്റ് റേറ്റ് കൂടുന്നതിനനുസരിച്ചിട്ട് എന്ത് സംഭവിക്കുന്നു? എത്രത്തോളം നമ്മളുടെ GDP കുറയും എന്നുള്ളത് കാണിക്കുന്നുണ്ട്. അപ്പം A ഈസ് ട്രൂ ബട്ട് R ഈസ് ഫോൾസ്. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ എന്ത് പറയാം? അൺഎംപ്ലോയ്മെൻറ്റ് റേറ്റ് കുറയണം, എന്നാൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? A country's GDP must grow at about 4% for a year to achieve 1% reduction in the rate of unemployment. അപ്പോൾ ഇവിടെ അൺഎംപ്ലോയ്മെൻറ്റ് റേറ്റ് കുറയ്ക്കണമെങ്കിൽ നമുക്ക് എന്ത് വേണം? GDP കൂടുക തന്നെ വേണം. പക്ഷെ അവിടെ എന്താ ആ ക്വസ്റ്റ്യനിൽ എന്തായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്? നമ്മളുടെ അൺഎംപ്ലോയ്മെൻറ്റ് റേറ്റ് നാച്ചുറൽ റേറ്റിനേക്കാളും കൂടിക്കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? GDP ഓട്ടോമാറ്റിക്കായിട്ട് കുറയും. അപ്പോൾ ഇത് തന്നെയാണ് നമ്മളുടെ ഒക്കൂൺസ് ലോയിലും പറയാനായിട്ട് ശ്രമിക്കുന്നത്. ഓക്കെ, പിന്നെ വേറൊരു ഇമ്പോർട്ടൻറ്റ് ചോദ്യമാണ് റിക്കാർഡിയൻ ബാരോ എഫക്റ്റ്. സോ ഈ ഒരു ഇതിൽ പറയുന്നത് എന്താ വെച്ചാൽ, വെൻ എ ഗവൺമെൻറ്, ഇപ്പോൾ ഒരു ഗവൺമെൻറ് ഇക്കോണമിയെ സ്റ്റിമുലേറ്റ് ചെയ്യാനായിട്ട്, അതായത് ഗ്രോ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യണം. എങ്ങനെയാണ്? ബൈ ഇൻക്രീസിങ് ഡെറ്റ് ഫിനാൻസിങ്. ഗവൺമെൻറ് കുറേ കടം മേടിച്ചിട്ട് ഇക്കോണമിൻ്റെ ഡെവലപ്മെൻറ്റിനായിട്ട് ശ്രമിക്കുകയാണെങ്കിൽ അവിടെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ആൾക്കാർ ഒരിക്കലും അങ്ങനെയുള്ള ഒരു ഇതിൽ വീഴില്ല എന്നാണ് പറയുന്നത്. കാരണം എന്തുകൊണ്ടാണ്? കാരണം അവർക്കറിയാം ഇന്ന് ഗവൺമെൻറ് കടം മേടിച്ചാൽ ഭാവിയിൽ അത് തിരിച്ച് ഗവൺമെൻറ്റിന് കൊടുക്കണം. അപ്പോൾ എന്ത് പറ്റും? ഭാവിയിൽ ഗവൺമെൻറ് അത് ടാക്സ് ഇൻക്രീസ് ചെയ്യാനായിട്ട് ഒരു വഴിയാക്കും. അപ്പം ആ ഒരു ഭാവിയിൽ ടാക്സ് അടയ്ക്കാനായിട്ട് ആൾക്കാർ എന്ത് ചെയ്യുന്നു? ഇന്ന് ചിലവാക്കുന്നത്
കൂട്ടില്ല എന്നാണ് പറയുന്നത്. ഓക്കെ. സോ ഡിമാൻഡ് എപ്പോഴും എന്തായിരിക്കും? റിമെയിൻസ് അൺചേഞ്ച്ഡ് ബിക്കോസ് പബ്ലിക് നോസ് ദാറ്റ് ദേ ഹാവ് ടു പേ ദ ടാക്സ് ഇൻ ദ ഫ്യൂച്ചർ. അപ്പം അവരെന്ത് ചെയ്യുന്നു? ആ ഒരു ഫ്യൂച്ചർ ടാക്സ് കൊടുക്കാനായിട്ട് അവരുടെ സേവിങ്സ് കൂട്ടുമെന്നാണ് പറഞ്ഞത്. ഓക്കെ. സോ ഈ ഒരു തിയോറി കൊണ്ടുവന്നത് ഡേവിഡ് റിക്കാർഡോ ആണ്. പിന്നീട് അത് ഡെവലപ്പ് ചെയ്തതാണ് റോബർട്ട് ബാരോ. സോ ഒരു ചോദ്യം വന്നിട്ടുണ്ടായിരുന്നു. അൻ ഇക്കോണമി ഒരു കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് കണ്ടുപിടിക്കാനുള്ള ചോദ്യമാണ്. അൻ ഇക്കോണമി സജസ്റ്റ് ദാറ്റ് വെൻ എ ഗവൺമെൻറ് ട്രൈസ് ടു സ്റ്റിമുലേറ്റ് ദി ഇക്കോണമി ബൈ ഇൻക്രീസിങ് ഡെറ്റ് ഫിനാൻസ്ഡ് ഗവൺമെൻറ് സ്പെൻഡിങ് അഗ്രിഗേറ്റ് ഡിമാൻഡ് വിൽ ഇൻക്രീസ്. അപ്പം ഇതിൽ പറഞ്ഞത് നമ്മളൊക്കെ പറഞ്ഞത് എന്താ? ഒരിക്കലും ഡിമാൻഡ് ഇൻക്രീസ് ചെയ്യില്ല എന്നാണ്. അപ്പോൾ ആദ്യത്തെ സ്റ്റേറ്റ്മെൻറ്റ് ഇൻകറക്റ്റ് ആണ്. പിന്നെ അടുത്തത് പറയുന്നത് വെൻ എ ഗവൺമെൻറ് ട്രൈസ് ടു സ്റ്റിമുലേറ്റ് എൻ ഇക്കോണമി ബൈ ഇൻക്രീസിങ് ഡെറ്റ് ഫിനാൻസ്ഡ് ഗവൺമെൻറ് സ്പെൻഡിങ് ഡിമാൻഡ് റിമെയിൻസ് അൺചേഞ്ച്ഡ്. അത് കറക്റ്റാണ് അല്ലേ? ഡിമാൻഡ് എപ്പോഴും അൺചേഞ്ച്ഡ് ആയിട്ട് തന്നെ ഇരിക്കും. അപ്പോൾ രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റാണ്. ഇനി ടാക്സ് പേയേഴ്സ് വിൽ സേവ് ടു പേ ദി എക്സ്പെക്റ്റഡ് ഫ്യൂച്ചർ ടാക്സസ്. ദിസ് വിൽ ടെൻ ടു ഓഫ്സെറ്റ് ദ മാക്രോ ഇക്കണോമിക് എഫക്ട്സ് ഓഫ് ഇൻക്രീസ്ഡ് ഗവൺമെൻറ് സ്പെൻഡിങ്. അതും ശരിയാണ്. കാരണം ഇന്ന് എന്തെങ്കിലും ഗവൺമെൻറ് സ്പെൻഡിങ് വന്നു കഴിഞ്ഞാൽ ആൾക്കാർ എന്ത് ചെയ്യുന്നു? അവരുടെ കയ്യിലുള്ള ഇൻകം ഫ്യൂച്ചർ ടാക്സ് പേയ്മെൻറ്റ്സിന് വേണ്ടിയിട്ട് സേവ് ചെയ്യും. അപ്പോൾ മൂന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റാണ്. Regarding equivalence maintains that government deficit spending is greater than spending out of current taxes. അത് തെറ്റാണ്. ഓക്കെ. ഒരിക്കലും അത് അങ്ങനെയല്ല. അപ്പം ഈ ഒരു സിറ്റുവേഷനിൽ നമ്മൾക്ക് ഈ സ്റ്റേറ്റ്മെൻറ്റ് 2ഉം 3ഉം ആണ് കറക്റ്റ്. സോ ഹിയർ ദ ആൻസർ ഇസ് സി. ഓക്കെ. എന്തുകൊണ്ടാണ് സ്റ്റേറ്റ്മെൻറ്റ് 4 ഇൻകറക്റ്റ് ആയത്? ഇറ്റ് ഡസൻറ്റ് മാറ്റർ വെദർ എ ഗവൺമെൻറ് ഫൈനാൻസ് ഈസ് spending with debt or tax, the total level of the economy demand will remains the same. അപ്പോൾ അതൊരിക്കലും ഡെഫിസിറ്റ് ഫൈനാൻസിങ് അല്ലെങ്കിൽ ടാക്സ് അതൊരിക്കലും കൂടുതൽ കുറയില്ല എന്നുള്ളത് ഗവൺമെൻറ് ഒരിക്കലും നോക്കുന്നില്ല. ഓക്കെ. ഇനി വേറെ അടുത്ത കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻറ്റ്സ് നമ്മൾ നോക്കി വെക്കേണ്ടത് പിയേഴ്സൻ്റെ സ്ക്യൂനെസ് കോറിലേഷൻ. അത് കോയിഫിഷ്യൻ്റ് അത് കണ്ടുപിടിക്കേണ്ടത് 3 ഇൻറ്റു മീൻ മൈനസ് മീഡിയൻ ഡിവൈഡഡ് ബൈ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. പിന്നെ ഒരു നോർമൽ ഡിസ്ട്രിബ്യൂഷൻ പോസിറ്റീവ്ലി സ്ക്യൂഡ് ആണെങ്കിൽ മീൻ ഗ്രേറ്റർ ദാൻ മീഡിയൻ ഗ്രേറ്റർ ദാൻ മോഡായിരിക്കും. നെഗറ്റീവ്ലി സ്ക്യൂഡ് ആണെങ്കിൽ മീൻ ലെസ് ദാൻ മീഡിയൻ ലെസ് ദാൻ മോഡായിരിക്കും. പിന്നെ കാൾ പിയേഴ്സൺ ഈ ഒരു എക്സ്പ്രഷന് എങ്ങനെയാണ് കാണിക്കുന്നതെന്ന് വെച്ചാൽ മോഡ് ഈക്വൽ മീൻ മൈനസ് 3 ഇൻറ്റു മീൻ മൈനസ് മീഡിയൻ. അപ്പോൾ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കി വയ്ക്കുക. അതുപോലെ തന്നെ മോഡ് ഈക്വൽ 3 മീഡിയൻ മൈനസ് 2 മീൻ. പിന്നെ 3 മീഡിയൻ ഈക്വൽ മോഡ് പ്ലസ് 2 മീൻ. അപ്പോൾ നിങ്ങൾ ആദ്യത്തെ ഈ ഒരെണ്ണം പഠിച്ചു വയ്ക്കുക. അപ്പോൾ ഈസി ആയിട്ട് നിങ്ങൾക്ക് ഇത് കണ്ടുപിടിക്കാൻ സാധിക്കും. കാരണം ഈ ഒരു ഇക്വേഷൻ ഉപയോഗിച്ചുകൊണ്ട് ചിലപ്പോൾ മീൻ മീഡിയൻ മോഡ് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ടുള്ള ചോദ്യങ്ങൾ വരാറുണ്ട്. അതുപോലെ തന്നെ കോഎഫിഷ്യൻ്റ് ഓഫ് വേരിയേഷൻ എന്ന് പറയുന്നത് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഡിവൈഡഡ് ബൈ മീൻ ഇൻറ്റു 100. ഓക്കെ. പിന്നെ നമ്മൾക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നതാണ് മൊഡ്യൂൾ 2-ൽ ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സിലുള്ള മൊഡ്യൂൾ 2-ൽ വരുന്ന കുറച്ച് ചോദ്യങ്ങൾ. ഈ മാർജിനൽ യൂട്ടിലിറ്റി, മാർജിനൽ റവന്യൂ, മാർജിനൽ കോസ്റ്റ് ഇതൊക്കെ കണ്ടുപിടിക്കാനായിട്ട്. അപ്പോൾ ഇങ്ങനത്തെയൊക്കെ ചോദ്യങ്ങൾ വന്നു കഴിയുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഈ ടോട്ടൽ യൂട്ടിലിറ്റി, ടോട്ടൽ റവന്യൂ അഥവാ ടോട്ടൽ കോസ്റ്റ് അതൊക്കെ തന്നിട്ടുണ്ടാവുമല്ലോ, അതിൻ്റെ ഫസ്റ്റ് ഡിഫറൻസിയേഷൻ എടുക്കുക. ഫസ്റ്റ് ഡിഫറൻസിയേഷൻ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? ഈ മാർജിനൽ വെച്ചിട്ടുള്ള സംഭവങ്ങൾ കിട്ടും. ഇനി ഒരു പക്ഷേ നിങ്ങൾക്ക് മാർജിനൽ യൂട്ടിലിറ്റി തന്നിട്ട് ടോട്ടൽ യൂട്ടിലിറ്റിയാണ് കണ്ടുപിടിക്കാൻ പറഞ്ഞെങ്കിൽ ഇൻ്റഗ്രേഷൻ എടുക്കുക. ഓക്കെ. അപ്പോൾ അതാണ് നമ്മൾ എപ്പോഴും ചെയ്യേണ്ടത്. പിന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നതാണ് ടൈപ്പ് 1 ആൻഡ് ടൈപ്പ് 2 എറർ. ടൈപ്പ് 1 എറർ എന്ന് പറയുന്നത് റിജക്റ്റിംഗ് എ നൾ ഹൈപ്പോത്തിസിസ് വെൻ ഇറ്റ് ഈസ് ട്രൂ. ടൈപ്പ് 2 എറർ എന്ന് പറയുന്നത് അക്സെപ്റ്റിംഗ് എ നൾ ഹൈപ്പോത്തിസിസ് വെൻ ഇറ്റ് ഈസ് ഫോൾസ്. ഫോൾസ് ആയിട്ടും നമ്മളതിനെ അക്സെപ്റ്റ് ചെയ്യുന്നു. അപ്പോൾ അത് എപ്പോഴും ഫോൾസ് നെഗറ്റീവാണ്. അത് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് ബീറ്റയാണ്. ടൈപ്പ് 1 എറർ എപ്പോഴും നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് ആൽഫ എന്ന് വെച്ചിട്ടാണ്. അതുപോലെ തന്നെ പവർ ഓഫ് ദ ടെസ്റ്റ് എന്ന് പറയുന്നത് ദ പ്രോബബിലിറ്റി ഓഫ് നോട്ട് കമ്മിറ്റിംഗ് ടൈപ്പ് 2 എറർ. പിന്നെ 3 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രോബ്ലംസ്: ഓട്ടോ കോറിലേഷൻ, മൾട്ടികൊലിനിയാരിറ്റി ആൻഡ് ഹെട്രോസ്കെഡാസ്റ്റിസിറ്റി. അപ്പോൾ ഓട്ടോ കോറിലേഷൻ എന്ന് പറയുന്നത് എന്താ? 2 സീരീസ് തമ്മിലുള്ള കോറിലേഷൻ ഓവർ ഓർഡേർഡ് ഇൻ ടൈമാണ് അല്ലേ? അപ്പോൾ അതിൻ്റെ ഡിറ്റക്ഷൻ മെത്തേഡ്സ് എപ്പോഴും ചോദിക്കാറുണ്ട്. ഡർബിൻ വാട്സൺ, ബ്രൂഷ് ഗോഡ്ഫ്രേ, ഡർബിൻ എച്ച് ടെസ്റ്റ്, എംഗൽ ആർച്ച് ടെസ്റ്റ്, എഫ് ടെസ്റ്റ്, ഇതൊക്കെയാണ് നമ്മൾ ഓട്ടോ കോറിലേഷൻ ഡിറ്റക്ഷൻ ഉപയോഗിക്കുന്നത്. മൾട്ടികൊലിനിയാരിറ്റി എന്ന് പറയുന്നത് എന്താണ്? എക്സാക്റ്റ് ഓർ ലീനിയർ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദി എക്സ്പ്ലനേറ്ററി വേരിയബിൾസ്.
അപ്പോൾ അതിൻ്റെ മെത്തേഡ് എന്ന് പറയുന്നത് ഹൈ ആർ സ്ക്വയർ വിത്ത് ഫ്യൂ ടി റേഷ്യോ, ഹൈ പെയർ വൈസ് കോറിലേഷൻ, അതുപോലെ തന്നെ ഓക്സിലിയറി റിഗ്രഷൻ, ഈഗൻ വാല്യൂ, ടോളറൻസ് ആൻഡ് വേരിയൻസ് ഇൻഫ്ലേഷൻ ഫാക്ടർ. അപ്പം ഇത് കണ്ടീഷൻ ഇൻഡെക്സ്, ഇതൊക്കെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, മൾട്ടികൊളിനിയാരിറ്റി ടെസ്റ്റ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നത്. ഹെട്രോസ്കെഡാസിറ്റി എന്ന് പറയുന്നത് എന്താണ്, വേരിയൻസ് ഓഫ് ദി എറർ ടേം കോൺസ്റ്റൻ്റ് ആവാതെ വരിക. അതുപോലെ തന്നെ ഹോമോസ്കെഡാസിറ്റി ആണെങ്കിലോ എറർ ടേംസ് എപ്പോഴും കോൺസ്റ്റൻ്റ് ആയിട്ടിരിക്കുക. ഇനി കോൺസിക്വൻസസ് എന്തൊക്കെയാണ്, ടെസ്റ്റ് ഫോർമുല ഫോർ ടെസ്റ്റ് ഓഫ് ദ സിഗ്നിഫിക്കൻസ് എപ്പോഴും എന്തായിരിക്കും, അതുപോലെ തന്നെ കോൺഫിഡൻസ് ഇൻ്റർവെല്ലും ഇൻവാലിഡ് ആയിരിക്കും. നമ്മൾക്ക് ഒരിക്കലും എസ്റ്റിമേറ്റ്സിന് മിനിമം വേരിയൻസ് കിട്ടില്ല. പ്രഡിക്ഷൻ എപ്പോഴും ഇൻഎഫിഷ്യൻ്റ് ആയിരിക്കും. ഇതിൻ്റെ ഡിറ്റക്ഷൻ ടെസ്റ്റുകൾ എന്ന് പറയുന്നത് ഗ്രാഫിക്കൽ ടെസ്റ്റ്, പാർക്ക് ടെസ്റ്റ്, ഗ്ലെൻസർ ടെസ്റ്റ്, സ്പിയർമാൻ റാങ്ക് കോറിലേഷൻ ടെസ്റ്റ്, ഗോൾഫ്ലെറ്റ് ക്വാൺ ടെസ്റ്റ്, ബ്രൂയിഷ് പേഗൻ ഗോൾഫ്ലെറ്റ് ടെസ്റ്റ്. അപ്പോൾ ഇത്രയും ടെസ്റ്റുകളാണ് നമ്മൾ ഹെട്രോസ്കെഡാസിറ്റി ഡിറ്റക്ട് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നത്. അപ്പം കുറച്ച് ചോദ്യങ്ങൾ ഈ ഒരു പോർഷനിൽ നിന്നും വന്നിട്ടുള്ളത്. അപ്പം ഗിവൺ ദ യൂട്ടിലിറ്റി ഫംഗ്ഷൻ തന്നിട്ടുണ്ട്, യു ഈക്വൽ എക്സ് വൈ പ്ലസ് 3x പ്ലസ് 4y. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് എന്ത് കണ്ടുപിടിക്കണം, മാർജിനൽ യൂട്ടിലിറ്റിയാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പം നമ്മൾ എന്താ കണ്ടുപിടിക്കേണ്ടത്, മാർജിനൽ യൂട്ടിലിറ്റി വിത്ത് റെസ്പെക്ട് ടു എക്സും കണ്ടുപിടിക്കണം, വിത്ത് റെസ്പെക്ട് ടു വൈയും കണ്ടുപിടിക്കണം. അപ്പം നമ്മൾ എന്താ പറഞ്ഞത്, ടേക്ക് ഫസ്റ്റ് ഡിഫറൻസിയേഷൻ. സോ അപ്പോൾ ഇത് നമ്മൾ ഫസ്റ്റ് ഡിഫറൻസിയേഷൻ എടുക്കുമ്പോൾ വിത്ത് റെസ്പെക്ട് ടു എക്സ് എടുക്കുമ്പോൾ ആൻസർ y പ്ലസ് 3യും, വിത്ത് റെസ്പെക്ട് ടു y എടുക്കുമ്പോൾ നമ്മൾക്ക് കിട്ടുന്ന ആൻസർ എന്ന് പറയുന്നത് x പ്ലസ് 4ഉം ആണ്. അപ്പം ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ്. ഓക്കെ, പിന്നെ അടുത്തത് ഞാനിപ്പോൾ പറഞ്ഞിട്ടുള്ള ഓട്ടോ കോറിലേഷൻ, മൾട്ടികൊളിനിയാരിറ്റി, ഹെട്രോസ്കെഡാസിറ്റിയുടെ കുറച്ച് ടെസ്റ്റുകൾ തന്നിട്ട് അത് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. സോ അപ്പോൾ ഇതിൽ നമ്മൾക്കറിയാം പാർക്ക് ടെസ്റ്റ് എന്ന് പറയുന്നത് എപ്പോഴും എന്തിനാണ്, ഹെട്രോസ്കെഡാസിറ്റി കണ്ടുപിടിക്കാനാണ്. ബ്രൂയിഷ് ഗോൾഫ്ലെറ്റ് ടെസ്റ്റ് എന്ന് പറയുന്നത് ഓട്ടോ കോറിലേഷനാണ്. വേരിയൻസ് ഇൻഫ്ലേഷൻ ഫാക്ടർ എന്ന് പറയുന്നത് മൾട്ടികൊളിനിയാരിറ്റിയാണ്. അപ്പോൾ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഈ ടെസ്റ്റുകൾ നോക്കി വയ്ക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയാണ് വളരെ പ്രധാനപ്പെട്ട പോർഷൻസ് ആയിട്ട് നമ്മൾക്ക് കൺസിഡർ ചെയ്യാൻ പറ്റുന്നത്. ഇത് മാത്രമല്ല, ഇതുപോലെ തന്നെ ഒരുപാട് ടോപ്പിക്സ് നമ്മൾക്ക് കവർ ചെയ്യാനുണ്ട്. അപ്പം ഈ ഒരു ചോദ്യങ്ങൾക്ക് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് നന്നായിട്ട് പഠിക്കാനായിട്ട് ശ്രമിക്കുക. നിങ്ങൾക്ക് എന്തായാലും സെറ്റ് പരീക്ഷ ക്ലിയർ ചെയ്യാനായിട്ട് സാധിക്കും. താങ്ക് യു.